ഹലോ, അപ്പം നമ്മൾ ഒരുപാട് ഫർണിച്ചേഴ്സ് കണ്ടു, അതുപോലെ തന്നെ സോഫ മെറ്റീരിയൽസ് കണ്ടു, അതുപോലെ തന്നെ അതിനകത്ത് മാച്ച് ചെയ്യുന്ന ഒരുപാട് സോഫയിലൊക്കെ നമുക്ക് ഡെക്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രൊഡക്ട്സ് കണ്ടു. ഇതിനൊക്കെയുള്ള തടി എവിടെ നിന്ന് വരുന്നു നമ്മൾ ചിന്തിച്ചോ? യെസ്, അതിനുള്ളൊരു പെർഫെക്റ്റ് സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഡേ 2-ൽ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് JK ടിമ്പേഴ്സിലാണ്. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് തടി മരങ്ങളാണ് അവർക്കുള്ളത്, അവരെങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും, എന്തളവിൽ കൊടുക്കും, നമുക്ക് ഇവിടെ തന്നെ ചോദിച്ചറിയാം. സാർ പ്ലീസ്, പേരെന്തായിരുന്നു? എൻ്റെ പേര് മനോജാണ്. ഞാൻ ഈ കമ്പനിയുടെ GM ആയിട്ട് വർക്ക് ചെയ്യണു. ഓണറുടെ പേര് നജുമുദ്ദീൻ എന്നാണ്. നമ്മൾ പ്രോപ്പർ മലപ്പുറം ജില്ലയിലാണ്, വേങ്ങര തടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ആളുകൾക്ക് സുലഭമായി കിട്ടാത്ത സാധനം എളുപ്പം എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോൾ ടിമ്പറാണ് കൊണ്ടുവന്നേക്കണേ, മഹാഗണിയാണ്, ട്രീറ്റഡ് ആണ്. ട്രീറ്റ് ചെയ്തിട്ടുള്ള മഹാഗണി ആവശ്യക്കാരുടെ സൈസിനകത്ത് തീർന്ന് ഉണക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം. അതാണ് നമ്മൾ JK ടിമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫർണിച്ചർ ഷോപ്സ് ഒക്കെ നടക്കുന്നവർക്ക് മരത്തിന് വേണ്ടി ഒരുപാട് ഓടി നടക്കാണ്ട് എല്ലാം കഴിഞ്ഞ് ഫിനിഷിങ്ങിൽ നമ്മൾ കൊടുക്കും. ദെൻ അവർക്ക് ആ ഒരു ഡിസൈൻ മാത്രം അതിൽ വർക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന റിക്വയർമെൻറ്റ് ഏതാണോ ആ റിക്വയർമെൻറ്റ് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സൈസ് ടിമ്പറാണ്, അത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് പ്ലെയിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണ്ടിച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കുള്ളത് നോർമലി മഹാഗണി മാത്രമാണോ അവൈലബിൾ ആയിട്ടുള്ളത്? ഇപ്പോൾ മഹാഗണിയാണ്, അല്ലാതെ വിദേശ കുട്ടികൾ ആഷ് ഉണ്ട്, കരിവാകയുണ്ട്, അതുപോലെ എന്താണോ അവർക്ക് ആവശ്യമുള്ള ആ മരം നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മരം കൊടുക്കാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയി, സെക്കൻഡ് ഡേ ഒരു ഹാഫ് ഡേ കംപ്ലീറ്റ് ആയി, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഹിഫിലെ? കുഴപ്പമില്ല. ഫസ്റ്റ് കുറച്ച് കമ്മിയായിരുന്നു ആളുകൾ, സ്വാഭാവികമാണ്. ശനിയാഴ്ച അങ്ങനെ കുറവായിരിക്കും. ഞായറാഴ്ച തിരക്കേടില്ല. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ആളുകൾ വരുന്നുണ്ട്, റിക്വയർമെൻ്റ് ഉണ്ട്, ചോദിക്കുന്നുണ്ട് ആളുകൾ. അവർക്കൊക്കെ ഓരോ ആവശ്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് സോഫക്കാരാണ്, ഫർണിച്ചർ ചെയ്യുന്ന ആളുകളാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ കളക്ട് ചെയ്യുന്നുണ്ട് ഡാറ്റ. നമ്മളും അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നമ്മൾ കോൺടാക്ട് ചെയ്യും, ഫോളോ ചെയ്യും. അവർ തീർച്ചയായിട്ടും നമ്മളോട് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു എന്താ പറയുക, നല്ലൊരു ഹാപ്പി മൂഡാണ് ഇന്നുള്ളത്. കാരണം ഹിഫ് എയിം ചെയ്യുന്നത് അത് തന്നെയാണ്, നമുക്ക് B2B വഴി നിങ്ങളുടെ നല്ല നല്ല യൂണീക്ക് ആയിട്ടുള്ള നല്ല ജെന്യുവിൻ കസ്റ്റമേഴ്സിനെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അത് സക്സസ്ഫുൾ ആണ്. ഓക്കെ, ഇന്ന് ഈ നേരം വരെ ഞായറാഴ്ച ഈ നേരം വരെ സക്സസ്ഫുൾ ആണ്. അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ട്, എൻക്വയറി നടക്കുന്നുണ്ട്. അത് മതി, നമുക്ക് എല്ലാവരിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. ഒരു എക്സിബിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളത്, നാട്ടിലുള്ള ആളുകളെ അറിയിക്കുക എന്നുള്ളത്. അത് നടക്കുന്നുണ്ട് എന്തായാലും. എനിവേ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നാളെ ഒരു ദിവസം കൂടി ഉണ്ട്, അപ്പോൾ എന്തായാലും നല്ല കസ്റ്റമർ വാക്കിന് എൻക്വയറി ഒക്കെ ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. HIF, Hindustan International Furniture Fair.